പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ അഭിലഷിക്കുന്നവൻ അടുത്തു വന്ന് തൃപ്തിയാവോളം എൻ്റെ വിഭവങ്ങൾ ആസ്വദിക്കട്ടെ. എന്നെ സ്മരിക്കുന്നത് തേനിനേക്കാളും എന്നെ സ്വന്തമാക്കുന്നത് തേൻകട്ടയേക്കാളും മാധുര്യം പകരും. എന്നെ ഭുജിക്കുന്നവൻ്റെ വിശപ്പ് ശമിക്കുകയില്ല, പിന്നെയും ആഗ്രഹിക്കും. എന്നെ പാനം ചെയ്യുന്നവൻ വീണ്ടും അഭിലഷിക്കും. എന്നെ അനുസരിക്കുന്നവൻ ലജ്ജിതനാവുകയില്ല. എൻ്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ പാപത്തിൽ വീഴുകയില്ല. അത്യുന്നതനായ ദൈവമേ, പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം, പ്രഭാഷകൻ്റെ പുസ്തകം 24-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വചനത്തിൽ അങ്ങയോട് ചേർന്നിരിക്കുന്നവർ, അങ്ങയോട് അടുത്ത് വന്നിരിക്കുന്നവർ, അങ്ങയെ ആഗ്രഹിക്കുകയും അഭിലഷിക്കുകയും ഒന്നായി തീരുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ എല്ലാ കാലഘട്ടങ്ങളിലും അനുഗ്രഹീതരായി മാറുമെന്ന് വചനം പറയുന്നുവല്ലോ. കർത്താവേ, തിരുവചനത്തിലൂടെയും പരിശുദ്ധ കൂദാശകളിലൂടെയും ഞങ്ങളുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും അങ്ങയോട് ചേർത്തണച്ചാലും ദൈവമായ കർത്താവേ, ഈ ലോകത്തിൻ്റെ സ്വാധീന വലയത്തിൽപ്പെട്ട് ഞങ്ങൾ അന്ധകാരത്തിൽ നശിച്ചു പോകാതിരിക്കാൻ അവിടുത്തെ ആത്മാവ് സദാ ഞങ്ങളെ വന്നു നിറയട്ടെ. പരിശുദ്ധമായ ആത്മാവ് തീനാവായി ഞങ്ങളുടെ മേൽ വന്നു നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മപ്രചോദിതരായി ജീവിതത്തെ നോക്കിക്കാണുവാനും വിലയിരുത്തുവാനും വിശുദ്ധീകരിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളെ കുടുംബങ്ങളെ നയിക്കുന്ന ഈ ലോകത്തിലെ എല്ലാ തിന്മയുടെ സ്വാധീനവും ഞങ്ങളിൽ നിന്നും ഭവനങ്ങളിൽ നിന്നും യേശുനാമത്തിൽ ദൂരെ പോകട്ടെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതാൽ തിന്മയുടെ എല്ലാ ശക്തികളും നിർവീര്യമായി തീരട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ പരസ്പര ധാരണയും ഐക്യവും ഹൃദയങ്ങളിൽ പരസ്പര സ്നേഹവും സംജാതമാകട്ടെ. അത്യുന്നതനായ ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ തിരുനാമം എന്നും എല്ലായിടത്തും ആരാധിക്കപ്പെടട്ടെ. ഓ ദൈവമേ, ഇസ്രായേലിൻ്റെ ദൈവമേ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ രക്ഷകനെ, ഞങ്ങൾക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ച ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച കർത്താവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കൃപകളാലും വരങ്ങളാലും ദാനങ്ങളാലും ഞങ്ങൾ അലങ്കൃതരായി മാറട്ടെ, അനുഗ്രഹീതരായി തീരട്ടെ. കർത്താവെ, അവിടത്തേക്ക് മഹത്വം. കർത്താവെ, അവിടത്തേക്ക് സ്തോത്രം. ദൈവമേ, അവിടത്തേക്ക് നന്ദി. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചാലും സ്വർഗീയ ഗണങ്ങളെ, ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നാലും ഞങ്ങൾക്ക് വേണ്ടി തിരുനടയിൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചാലും ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്കുണ്ടാകട്ടെ. ഞങ്ങളുടെ അന്തരംഗം ജ്വലിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം 2 തിരുവചനം 13 മുതൽ. എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. ഇരു കൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കുവാനും കുരിശ് വഴി ഒരേ ശരീരത്തിൽ ഇരു കൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുവാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കുവാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു. അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരു കൂട്ടർക്കും പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നു. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. ഈശോ മിശിഹായിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കൊച്ചുകുട്ടികളെ, ഇതാ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ബെത്ലഹേമിൽ ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. മാലാഖ സ്വർഗത്തിൽ നിന്നും ആട്ടിടയന്മാരെ അറിയിച്ച വലിയ സദ്വാർത്ത അതായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ എഫേസസ് ലേഖനത്തിൽ ആ സഭയോടും നമ്മളോടുമായിട്ട് പൗലോസ് ശ്ലീഹ ഒരു വലിയ സദ്വാർത്ത അറിയിക്കുന്നു. ആ സദ്വാർത്ത മാലാഖ അറിയിച്ച സദ്വാർത്തയുടെ പിന്തുടർച്ചയാണ്. എന്താണിത്?
മിശിഹാ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ബലിയായി തീരുവാൻ സമയമായി എന്ന് പറഞ്ഞ ഈശോ ബലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ക്രൂശിതനായി തീർന്നുകൊണ്ട് സ്വന്തം ശരീരം മുറിച്ചുകൊണ്ട് സ്വരക്തം ചിന്തിക്കൊണ്ട് അവിടുന്ന് നമ്മളും ദൈവവുമായുള്ള ശത്രുത എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഞങ്ങൾക്ക് രക്ഷയും പാവമോചനം നൽകിയവനെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരി സഹോദരന്മാരെ, എഫേസസ് ലേഖനത്തിൽ മിശിഹായുടെ രക്തത്തിലൂടെ, ബലിയിലൂടെ, കുരിശിലൂടെ കരഗതമായ വലിയ രക്ഷ എന്താണ്? ഇപ്പോൾ യേശു ക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി നമ്മൾ ദൈവത്തോട് അനുരഞ്ജനപ്പെട്ടിരിക്കുന്നു, സമീപസ്ഥരായിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി ദൈവവുമായി നാം അടുത്തു വന്നിരിക്കുന്നു. ഇനി നമ്മൾ അന്യരോ പരദേശികളോ അല്ല. പ്രത്യുത ദൈവഭവനത്തിലെ അംഗങ്ങളാണ്, മക്കളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്, ക്രിസ്തുവിൻ്റെ സഹോദരരാണ്. ഇതാ സഭയുടെ അംഗങ്ങളാണ്. അപ്പസ്തോലന്മാരാകുന്ന സഭയുടെ അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ്. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു ബന്ധത്തിൻ്റെ മേഖലകളിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. അനാഥത്വം അവസാനിച്ചിരിക്കുന്നു. താൻ ഏകനാണെന്ന ചിന്ത തീർന്നിരിക്കുന്നു. താനും ദൈവവും ശത്രുവാണെന്ന ചിന്ത അവസാനിച്ചിരിക്കുന്നു. മറിച്ച് ദൈവം നമുക്ക് സമീപസ്ഥനായിരിക്കുന്നു. നാം ദൈവത്തിനോട് അടുത്തു വന്നിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇങ്ങനെ എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന്. അതാണ് പൗലോസ്ലീഹായ്ക്ക് പറയാനുള്ളത്. എല്ലാവരും ദൈവത്തിലൊന്ന്, എല്ലാവരും സഹോദരി സഹോദരന്മാർ. ഒരു പുതിയ യുഗപ്രവി ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ സംജാതമായി. ഒരു പുതിയ മാനവികത ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ സംജാതമായി. ഒരു പുതിയ ദൈവിക ചൈതന്യം ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ നമുക്ക് സംലഭ്യമായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, കർത്താവേ അവിടത്തേക്ക് മഹത്വം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നടപടി പുസ്തകം 20-ാം അധ്യായം 28-ാം വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയാണ് ക്രൈസ്തവ സഭ. സ്വന്തം രക്തത്താൽ നേടിയെടുത്ത സഭയാണ് ക്രൈസ്തവ സഭ എന്ന് കർത്താവ് പറയുമ്പോൾ നാം ഓർക്കണം, നമ്മൾ ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നേടിയെടുത്ത ദൈവമക്കളാണ്, ദൈവഭവനത്തിലെ അംഗങ്ങളാണ്. ഇനി ദൈവത്തോട് ശത്രുതയുടെ ആവശ്യമില്ല, അഥവാ ദൈവത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. മറിച്ച് നാം ദൈവത്തോട് സ്നേഹത്തിലായിരിക്കുക. ശ്ലീഹ അതാണ് നമ്മെ ഉത്ബോധിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. റോമലേഖനം 3-ാം അധ്യായം 25-ാം വചനത്തിൽ നാം ഇപ്രകാരം വായിക്കും: രക്തം കൊണ്ട് അവിടുന്ന് നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്തു. രക്തം ചിന്താതെ പാപപരിഹാരമില്ല, പാപമോചനമില്ല എന്ന് എബ്രായ ലേഖനം 9:22 നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞു. അതേ സത്യം തന്നെ നീതീകരണം, മനുഷ്യൻ്റെ നീതീകരണം, മനുഷ്യൻ്റെ പ്രവൃത്തി എന്നതിലുപരി ദൈവത്തിൻ്റെ കടാക്ഷമാണ്, കൃപയാണ് എന്ന് റോമാലേഖനത്തിലുടനീളം ശ്ലീഹ ഉറപ്പിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ദൈവത്തിന് ആണ് എല്ലാത്തിലും മുൻപന്തിയിൽ, മുൻഗണനയും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ നീതീകരണവും നമ്മുടെ രക്ഷയും ക്രിസ്തു യേശുവിൻ്റെ രക്തത്തിലൂടെ കൈവന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിനി എവിടേക്ക് തിരിയണം? ആരിൽ ആശ്രയം വയ്ക്കണം? ദൈവത്തിൽ ശരണം പെടണം. ദൈവത്തിലാണ് എൻ്റെ പ്രത്യാശ. പ്രത്യാശ നമ്മെ ഒരിക്കലും നിരാശരാക്കുന്നില്ല എന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ ഈ പ്രത്യാശ നമ്മെ കൊണ്ടുവന്നെത്തിക്കുന്നത് നിത്യ ജെറുസലേമിലാണ്, സ്വർഗത്തിലാണ്. ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ നമ്മൾ ഉരുവാകുന്നത് ഈ പ്രത്യാശയാണ്. ഈ പ്രത്യാശ നമുക്ക് ജീവിതത്തിൽ വിജയം നൽകുകയാണ്. ഈ പ്രത്യാശ മരണത്തിൻ്റെ മേൽ ആധിപത്യം പുലർത്താൻ നമ്മെ പ്രാപ്തമാക്കുകയാണ്. ക്രിസ്തുവിലുള്ള ഈ പ്രത്യാശ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ സുന്ദരമാക്കി മാറ്റുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുകയും ക്രിസ്തുവിലുള്ള ശരണവും പ്രത്യാശയും ആശ്രയവുമായിട്ട് ഇറങ്ങിയ മദർ തെരേസയുടെ കഥ, 5 രൂപ നോട്ടുമായിട്ട്, വെറും 5 രൂപ, സ്വന്തമായി എന്ന് പറയാൻ ഒന്നുമില്ലാത്ത മദർ ഇറങ്ങിത്തിരിച്ച വഴികൾ. പക്ഷേ ക്രിസ്തു യേശുവിൽ കൈവന്ന ഈ കൂട്ടായ്മ,
ദൈവമായിട്ടുള്ള ആ ഐക്യം അവളെ എത്രത്തോളം ബലവത്താക്കി, എത്രത്തോളം ഒരു തരത്തിൽ പറഞ്ഞാൽ ബാഹ്യമായ അർത്ഥത്തിൽ പോലും സമ്പന്നയാക്കി, എത്രത്തോളം അവളെ വിശുദ്ധയാക്കി, എത്രത്തോളം മദർ തെരേസയെ ലോകത്തിൻ്റെ മുൻപിൽ ആദരണീയമായ വ്യക്തിയാക്കി മാറ്റി. ഇന്നും ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച് ആ അമ്മ നിൽക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ സ്വായത്തമാക്കിയ ദൈവകൃപയാണ്, കൈവരിച്ച ദൈവകൃപയാണ്. ഇതാ എഫേസസ് ലേഖനത്തിൽ ക്രിസ്തുവിൻ്റെ വഴി, ക്രിസ്തുവിൻ്റെ രക്തം വഴി വിദൂരസ്ഥരായിരുന്ന നാം അവനോട് സമീപസ്ഥരായി മാറിയിരിക്കുന്നു. നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവം നമ്മോടും ചേർന്ന് നിൽക്കും. എന്നാൽ പരമാർത്ഥത്തിൽ ദൈവമാണ് നമ്മുടെ പക്കലേക്ക് ഈ ചേർന്നിരിപ്പിൻ്റെ സന്ദേശവുമായി കടന്നു വന്നത്. അവിടുത്തെ കരുണയാണ് നമുക്ക് ആ കൃപ ലഭിക്കുവാനും കാരണം. ഇതാ എബ്രായ ലേഖനം 10-ാം അധ്യായം 10-ാം വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും. എങ്ങനെയാണ് അവിടുത്തെ ഹിതം? അതിന് മുൻപുള്ളൊരു വചനം ഇതാണ്, 10-ാം അധ്യായം 7-ാം വചനം. ദൈവമേ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇതൊരു വലിയ വചനമാണ്. നമ്മുടെ ഉള്ളറകളിൽ നിറഞ്ഞു നിൽക്കേണ്ട, സൂക്ഷിച്ചു വെക്കേണ്ട ഒരു വചനം. ദൈവമേ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. പരിശുദ്ധ കന്യകാമാതാവ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയപ്പോൾ ദൈവകൃപ നിറഞ്ഞവളായി, സ്ത്രീകളിൽ നന്മ നിറഞ്ഞവളായി, സ്ത്രീകളിൽ അനുഗ്രഹീതയായി, സകല തലമുറകളും അവളെ വാഴ്ത്തി. മദർ തെരേസ ദൈവത്തിൻ്റെ ഇഷ്ടം ലൊറേറ്റോ കോൺവെൻറ്റിൽ പഠിപ്പിക്കുന്നതല്ല, ഈ തെരുവിലെ മക്കളെ ശുശ്രൂഷിക്കുന്നതാണ് തിരിച്ചറിഞ്ഞ് ഇറങ്ങിത്തിരിച്ചപ്പോൾ അവൾ അനുഗ്രഹീതയായി. ഇതാ വിശുദ്ധിയായി നാമകരണ നടപടികൾ മുന്നോട്ട് പോകുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിയ എല്ലാ ജീവിതങ്ങളെയും അതല്ലേ നാം കാണുക. അനേകം മാതാപിതാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. എടുത്തു പറയാൻ കൊള്ളാവുന്ന അനേകം മാതാപിതാക്കൾ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ദൈവമേ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവേഷ്ടം നിറവേറ്റിയപ്പോൾ അനേകം മക്കളെ നൽകി, അവരിലൂടെ അനേകം കൃപകൾ നൽകി, ഭൗതികമായി ആത്മീയമായ അനേക ഉണർവ് നൽകി, ഉത്തേജനം നൽകി. എത്രയോ മാതാപിതാക്കൾ നമ്മുടെ മുൻപിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. എത്രയോ ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. സാക്ഷികളുടെ ഒരു വൻനിര തന്നെ നമ്മുടെ ചുറ്റുമുള്ളതിനാൽ നമുക്ക് ഓർക്കാം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ. അതിന് പ്രാപ്തമാക്കുന്നത് മിശിഹായുടെ തിരുരക്തമാണ്. ആ തിരുരക്തം നമുക്കിന്ന് അവിടുന്ന് നൽകുന്നത് പരിശുദ്ധ കുർബാനയിലൂടെയും വിശുദ്ധ കൂദാശകളിലൂടെയുമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവായ ദൈവമേ, ഇതാ അമ്മയെപ്പോലെ, അവിടുത്തെ ദിവ്യസുതനായ യേശുവിനെ പോലെ ഞങ്ങളും ഏറ്റുചൊല്ലുന്നു, ഏറ്റുപറയുന്നു, സമർപ്പണം ചെയ്യുന്നു. ഇതാ ദൈവമേ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞങ്ങൾ വന്നിരിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ജീവിതത്തിൽ കുടുംബപരമായും വ്യക്തിപരമായും അവിടുത്തെ തിരുവിഷ്ടം എപ്പോഴും തിരിച്ചറിയുവാനും അത് പൂർത്തിയാക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അങ്ങനെ ഞങ്ങളുടെ കുടുംബം അനുഗ്രഹീതമായി മാറട്ടെ, ഞങ്ങളുടെ ജീവിതം അനുഗ്രഹീതമായി മാറട്ടെ, ഞങ്ങളുടെ കുടുംബം സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ, ഞങ്ങളുടെ കുടുംബത്തിൽ മുക്തിയും ദൈവരാജ്യത്തിൻ്റെ സന്തോഷവും നിറയട്ടെ. ഓ ദൈവമേ, സക്കേവൂസ് അങ്ങയുടെ തിരുവിഷ്ടം തിരിച്ചറിഞ്ഞ് 4 ദരിദ്രർക്ക് പങ്കുവെച്ചപ്പോൾ ഈ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഇവനും അബ്രാഹത്തിൻ്റെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തലമുറകളെ അവിടുന്ന് വിശുദ്ധീകരിച്ചല്ലോ, പവിത്രീകരിച്ചല്ലോ, സക്കേവൂസിനെ കുടുംബത്തെ അനുഗ്രഹിച്ചല്ലോ. ദൈവമേ, അവിടുന്ന് ഞങ്ങളിലേക്ക് കടന്നു വരണമേ. നിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറയട്ടെ കർത്താവേ. നിൻ്റെ സാന്നിധ്യ വലയത്തിൽ ഞങ്ങളായിരിക്കട്ടെ കർത്താവേ. സക്കേവൂസ് നിൻ്റെ സാന്നിധ്യ വലയത്തിലായപ്പോൾ നിൻ്റെ ഇഷ്ടത്തിന് പരിപൂർണമായി സമർപ്പണം ചെയ്തുവല്ലോ. ഈശോയെ, ഞങ്ങളും നിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ നിൻ്റെ ദിവ്യ സാന്നിധ്യം നിറയട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ നിൻ്റെ ദിവ്യാഗ്നി നിറയട്ടെ, ദിവ്യ ചൈതന്യം നിറയട്ടെ, ദിവ്യ ജലം ഒഴുകട്ടെ. കർത്താവേ, അഭിഷേക തൈലം പരക്കട്ടെ. അങ്ങനെ ഞങ്ങൾ നിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന മക്കളായി മാറട്ടെ, നിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുന്ന കുടുംബങ്ങളായി തീരട്ടെ. അങ്ങനെ വീണ്ടും വീണ്ടും കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള ഞങ്ങളുടെ സ്വർഗീയ യാത്ര അനുഗ്രഹപൂർണ്ണമായി മാറട്ടെ, ശാന്തിയും സ്വസ്ഥതയുമുള്ളതായി മാറട്ടെ. ദൈവമേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ ചൈതന്യം ഞങ്ങളുടെ മേൽ ചൊരിയുന്നതിനെ ഓർത്ത്, അവിടുത്തെ കൃപകൾ ഞങ്ങളുടെ മേൽ വർഷിക്കുന്നതിനെ ഓർത്ത്, ചോദിക്കുന്നതിലധികമായി ആത്മാഭിഷേകം ഞങ്ങൾ നിറയ്ക്കുന്നതിനെ ഓർത്ത്, ഓ ദൈവമേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പാപങ്ങൾ അകറ്റാൻ കഴിവില്ലാത്ത ബലികൾ ആവർത്തിച്ചർപ്പിച്ചുകൊണ്ട് ഓരോ പുരോഹിതനും
ഓരോ ദിവസവും ശുശ്രൂഷ ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിലെ കഥയാണ് എബ്രായ ലേഖനം പറയുന്നത്. എന്നാൽ ക്രിസ്തു യേശുവാകട്ടെ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായുള്ള ഏകബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനായി. ക്രിസ്തുവിൻ്റെ ബലിയിലും ആ ബലിരക്തത്തിലും നമ്മൾ പങ്കുചേർന്നാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, മിശിഹായോട് ചേർന്ന് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നമ്മളും ഉപവിഷ്ടരായി മാറും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയെന്താ? ആ ശത്രുക്കളെ തൻ്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു. ശത്രുക്കളെ തൻ്റെ പാദപീഠമാക്കുവോളം കാത്തിരിക്കുന്നു. യേശുവിൽ വിശ്വാസക്കുറവുണ്ടായതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയം, നമ്മുടെ പ്രവർത്തന മേഖലയുടെ പരാജയം. ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ എല്ലാം സാധ്യമാണ്. ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏക ബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. മിശിഹായുടെ രക്തം പിതാവിൻ്റെ മധുവഹയിലേക്ക്, പരിശുദ്ധ ദേവാലയത്തിലേക്ക്, സ്വർഗീയ ജെറുസലേമിലേക്ക് കയറി ചെല്ലുവാൻ തക്ക വിധം നമ്മെ അവിടുന്ന് പരിപൂർണരാക്കിയിരിക്കുന്നു, വിശുദ്ധീകരിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള വിളിയാണ് നമ്മുടെ വിളിയെന്ന് മലയിലെ പ്രസംഗത്തിൽ ഈശോ പറഞ്ഞു. ആ പൂർണ്ണതയിലേക്കുള്ള വിളി നമുക്കൊരിക്കലും വ്യക്തിപരമായി സ്വായത്തമാക്കാൻ പറ്റില്ല. നമ്മുടെ മിടുക്ക് കൊണ്ടും ടെക്നിക്കുകൾ കൊണ്ടൊന്നും സാധ്യമല്ല. വെറുതെ നമ്മൾ എത്ര ഉപവസിച്ചാലും, വെറുതെ നമ്മൾ എത്ര തപസ് ചെയ്താലും സാധ്യമല്ല. അതിനൊന്നും അർത്ഥമില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മിശിഹായുടെ കൃപയുണ്ടാകണം, മിശിഹായുടെ രക്തത്തിൻ്റെ അഭിഷേകം ഉണ്ടാകണം. ആ രക്താഭിഷേകം ഏറ്റാൽ 1000 വർഷം കൊണ്ട് നമുക്ക് നേടിയെടുക്കാവുന്നത് ഒരു നിമിഷം കൊണ്ട് നേടിയെടുക്കാൻ പറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകത. അവിടുന്ന് തുടരുന്നു, അവരുടെ ദുഷ്പ്രവൃത്തികളും പാപങ്ങളും ഞാൻ ഇനി ഒരു കാരണവശാലും ഓർമ്മിക്കുകയില്ല. രക്താഭിഷേകം ലഭിച്ച ആത്മാവിൻ്റെ കറകളെയും പാപങ്ങളെയും കുറിച്ചാണ് പറയുന്നത്. മിശിഹായുടെ രക്തത്തിൽ സ്പർശനമേറ്റാൽ, മിശിഹായുടെ രക്തത്തെ ആരാധിച്ചാൽ, മിശിഹായുടെ രക്തത്തിൽ വിശ്വസിച്ചാൽ ഒരു കാരണവശാലും നിന്റെ പാപങ്ങൾ ഞാൻ ഇനി ഓർമ്മിക്കുകയില്ല. പാപമോചനമുള്ളിടത്ത് പാപപരിഹാര ബലി ആവശ്യമില്ലല്ലോ. വേറെ മൃഗങ്ങളുടെയും കുഞ്ഞാടുകളുടെയും ബലിയുടെ ആവശ്യമില്ല. യേശുവിൻ്റെ ബലി, ഏകബലി, സത്യബലി, നിത്യബലി, ആ ബലിയിലൂടെ, ആ രക്തത്തിലൂടെ നമുക്ക് ദൈവമേഖലയിൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അവിടെ നമ്മുടെ പാപങ്ങൾ ഇനി ഓർത്തിരിക്കുക പോലുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 2:19-18 നാം ഇപ്രകാരം വായിക്കും: അവൻ്റെ രക്തം വഴി വിശുദ്ധീകരണമുണ്ടായി. അവൻ്റെ രക്തം വഴി, ഇത് ദൃക്സാക്ഷികളുടെ സാക്ഷ്യമാണെന്ന് ഓർക്കണം, വചനമാണെന്ന് ഓർക്കണം. അവൻ്റെ രക്തം വഴി നമുക്ക് വിശുദ്ധീകരണമുണ്ടായി. യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1:7 പറയുകയാണ്. യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും, എല്ലാ കറകളിൽ നിന്നും, എല്ലാ കടങ്ങളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ആശ്രയം വെക്കേണ്ടത് നമ്മുടെ കർത്താവായ മിശിഹായിലാണ്. ഈ ലോകത്തിൻ്റെ തട്ടിപ്പുകാരുടെ കയ്യിൽ ജീവിതത്തെ എറിഞ്ഞിട്ട് കൊടുത്താൽ ഇന്നിവിടെ ഒത്തിരിയേറെ സെക്റ്റുകൾ പെരുകുന്നുണ്ട്. നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം, ഈ സെക്റ്റുകൾക്കൊന്നിനും നിങ്ങളുടെ ആത്മാവിന് വിടുതൽ തരാൻ പറ്റില്ല. കുംഭസാരത്തെ എതിർക്കുന്നവർ, പരിശുദ്ധ കുർബാനയെ എതിർക്കുന്നവർ, യേശു ക്രിസ്തുവിനെ എതിർക്കുന്നവർ, ഈ വ്യക്തികൾക്കൊന്നും നിങ്ങൾക്ക് നിലനിൽക്കുന്ന ജീവനോ, നിലനിൽക്കുന്ന സമാധാനമോ, നിലനിൽക്കുന്ന ശാന്തിയോ നൽകാൻ പറ്റില്ല. മറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ അവർ കൊണ്ടുവന്നെത്തിക്കുന്നത് ആത്മഹത്യയിലേക്കാണ്. ലോകത്തിൻ്റെ ചരിത്രം തന്നെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, പരിശുദ്ധ കത്തോലിക്ക സഭയിൽ നിന്നും മാറിപ്പോയി തട്ടിപ്പ് പ്രസ്ഥാനവുമായിട്ട് വ്യക്തി സഭകൾ രൂപീകരിച്ച്, വ്യക്തി പ്രസ്ഥാനങ്ങൾ പടുത്തുയർത്തി, വ്യക്തി കോട്ടകൾ പടുത്തുയർത്തി മുന്നേറുന്നവരുടെ കൂടെ കൂടിയവരൊക്കെ അനാഥരായിട്ടുണ്ട്, അനാഥരാവുകയും ചെയ്യുക. ഒരു വ്യക്തിയുടെ, ലോകത്തിലെ ഒരു വ്യക്തിയുടെ അബദ്ധ സിദ്ധാന്തങ്ങളെയും പഠനങ്ങളെയും കേട്ടുകൊണ്ട് പിൻചെല്ലുവാൻ മാത്രം വിഡ്ഢികളാകരുത് സഹോദരങ്ങളെ. നിങ്ങൾ സ്വർഗത്തിൽ മണ്ണിൽ നിന്ന് വന്ന ഏതൊരു മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾക്കും മണ്ണിൻ്റെ പരിമിതിയുണ്ട്, മണ്ണിൻ്റെ ജീർണതയുണ്ട്, മണ്ണിൻ്റെ അശുദ്ധിയുണ്ട്, മണ്ണിൻ്റെ പോരായ്മകളുണ്ട്, മണ്ണിൻ്റെ മാലിന്യമുണ്ട്. അങ്ങനെയുള്ള മനുഷ്യരുടെ വാക്കുകൾ കേട്ട്
ജീവിതത്തെ പണയം വയ്ക്കുന്നവരാകരുത് നമ്മൾ. മറിച്ച് സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവപുത്രൻ, ആ യേശു ക്രിസ്തുവിൻ്റെ വചനം, ആ യേശു ക്രിസ്തുവിൻ്റെ കൂദാശകൾ നമ്മെ നയിക്കട്ടെ, നമ്മെ ഭരിക്കട്ടെ, നമ്മെ വിശുദ്ധീകരിക്കട്ടെ. വെളിപാട് പുസ്തകം 5:9 പ്രകാരം പറയും, നിന്റെ രക്തത്താൽ ഞങ്ങളെ നീ വീണ്ടെടുത്തു. നിന്റെ രക്തത്താൽ ഞങ്ങളെ നീ വീണ്ടെടുത്തു. ആ രക്താഭിഷേകം നമുക്കുണ്ടാകണം, ആ ആത്മാഭിഷേകം നമുക്കുണ്ടാകണം, യേശുവിൻ്റെ വചനാഭിഷേകം ഉണ്ടാകണം. ഇത് മൂന്നും ഒന്നിച്ചു നിൽക്കുന്നത് സഭയിലാണ്. ആ സഭയിൽ പാപമോചന കൂദാശയുണ്ട്. ആ സഭയിൽ നമ്മെ വിശുദ്ധീകരിച്ച് പവിത്രീകരിച്ച് സ്വർഗത്തോളം നമ്മെ എത്തിക്കുന്ന ദിവ്യരക്തത്തിൻ്റെ പരിശുദ്ധ കുർബാനയുടെ അഭിഷേകമുണ്ട്. ആ അഭിഷേക രക്തം ഏറ്റുവാങ്ങിയാൽ ഈശോ പറഞ്ഞു, ഈ അപ്പം ഭക്ഷിച്ചാൽ, ഈ രക്തം കുടിച്ചാൽ നീ എന്നേക്കും ജീവിക്കും. നിത്യജീവൻ്റെ അച്ചാരം അവിടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ അവൻ്റെ രക്തത്താൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. എഫേസ്യസ് ലേഖനം 1:7 അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ആ രക്തത്തിലൂടെ കൈവന്ന രക്ഷയിലേക്ക് നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഉയർത്താം. ഹൃദയം കർത്താവിലേക്ക് ഉയർത്തുവിൻ. ഇതാ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. ഓ സ്വർഗീയ പിതാവേ, അവിടുത്തെ ദിവ്യസുധനിലൂടെ ആ കുരിശിലൊഴുകിയ തിരുരക്തത്തിൻ്റെ സ്പർശനമേറ്റ്, ആ രക്തത്തിൻ്റെ കഴുകലേറ്റ്, ആ രക്തത്തിൻ്റെ ജീവത്തുടിപ്പേറ്റ് ഞങ്ങൾ വളരട്ടെ. ഓ സ്വർഗീയ പിതാവേ, അങ്ങ് ഈശോയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകം ഏറ്റുവാങ്ങുന്നവരുടെ പാപങ്ങൾ ഓർത്തിരിക്കുക പോലുമില്ല. അങ്ങ് അവരുടെ മേൽ ഒരിക്കലും ശത്രുതയോടെ വർത്തിക്കുകയില്ല. ശത്രുതയുടെ കോട്ടകൊത്തളങ്ങൾ അങ്ങ് എന്നേക്കുമായിട്ട് ആ രക്തം വഴി തകർത്ത് കളഞ്ഞു. വിദുരസ്ഥരായിരുന്ന ഞങ്ങൾക്ക് നിൻ്റെ ദിവ്യസ്വത്തിൻ്റെ രക്തം വഴി നിൻ്റെ സമീപത്തേക്ക് അടുക്കുവാൻ അങ്ങ് കനിഞ്ഞു നൽകിയ കൃപകളെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിച്ചാരാധിക്കുന്നു. കർത്താവേ, തിരുരക്തത്തിൻ്റെ ആ മഹിമയും അർത്ഥവും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ നിൻ്റെ ആത്മാവിനെ ഞങ്ങളിൽ അയച്ചാലും പരിശുദ്ധാത്മാവ് വന്ന് സകല കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കട്ടെ. ദൈവമേ, ഈ ലോകത്തിൻ്റെ അധിപന്മാരുടെ തെറ്റായ പ്രബോധനങ്ങളിൽ പെട്ടുപോകാതെ പരിശുദ്ധ സഭയുടെ വിശുദ്ധ കൂദാശകളെയും വിശുദ്ധ വചനങ്ങളെയും പ്രബോധനങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് ധീരതയോടെ മുന്നേറുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങ് സമർത്ഥമായി അനുഗ്രഹിക്കണമേ. അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചു വർഷിച്ചതുമായ നിരവധിയായ നന്മകളെയോർത്ത് നിരന്തരം ഞങ്ങൾ അങ്ങയെ പാടി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം, ദൈവമേ മഹത്വം, ദൈവമേ ആരാധന. അവിടുത്തെ തിരുനാമം എന്നും എല്ലായിടത്തും എല്ലാവരാലും മഹത്വപ്പെടട്ടെ. അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ എന്നും എപ്പോഴും. ആമേൻ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.